രാവിലെ കുറച്ച് മത്തി ഫ്രൈ ചെയ്ത് തുടക്കം കുറിക്കാമെന്ന് കരുതി. അങ്ങനെ മത്തി ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ള ചൂര കിട്ടി. അതിനെ ഒന്ന് കറി വെച്ചു. രാവിലെ കറിയൊക്കെ വെച്ച് മാറ്റിയതിന് ശേഷമാണ് ഇന്ന് അരിയൊക്കെ അടുപ്പിലിട്ടത്. അങ്ങനെ ഇന്ന് തിരക്ക് പിടിച്ചൊരു ജോലിയാണ്. ഇന്ന് എൻ്റെ കൊച്ചുമോനും മോളും ഒക്കെ വരും. വന്നിട്ട് അവർ വൈകുന്നേരം പോകും. എന്നാലും അവർ വരണത് കാണുമ്പോൾ ഒരു ചെറിയ ഉത്സാഹമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു ചെറിയ മുട്ടക്കറിയാണ്, മുട്ട അവിയലാണ്. അത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചുമോന്. അങ്ങനെ ഞാൻ മുട്ട അവിയലിനൊക്കെ അടുപ്പി വെച്ചിട്ട് എനിക്ക് വേണ്ടി ദോശ ഇടുന്നതാണ്. എൻ്റെ മോനും മരുമകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം കഴിച്ചു. രാവിലെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഞാനിനി എൻ്റെ ബാക്കി ജോലികളാണ്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് ചായയൊക്കെ ഇട്ടു, സാമ്പാറൊക്കെ വെച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ജോലി. എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം, ലതികാസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം. മഴയും വെയിലൊക്കെ കുറഞ്ഞപ്പോൾ മഴയാണ്. ആ മഴയുടെ സുഖത്തിൽ എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കണം. അങ്ങനെ ദോശയും സാമ്പാറും ചായയും എല്ലാം റെഡിയായി. അങ്ങനെ രാവിലെ മീൻ കറിയായി, മുട്ടക്കറി, മുട്ട അവിയലായി, സാമ്പാർ വെച്ചു. അടുത്ത് ചോറിന് വേണ്ടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇന്നത്തെ ജോലികൾ ഏകദേശമൊക്കെ അതിൻ്റെ അകത്ത് കുറച്ച് പാത്രങ്ങളുള്ളൂ, അതിനെ കഴുകണം. പിന്നെ കുറച്ച് കീര കിട്ടി, അതിനെ കൂടെ ഒന്ന് കറി വയ്ക്കണം. അങ്ങനെ കീരത്തോരനുണ്ട്, അവിയലുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, മറ്റേ മുട്ട അവിയൽ എല്ലാം കൂടി ഇന്ന് ഒരു കുശാലി തന്നെയാണ്. നമ്മൾ വല്ലപ്പോഴും വലിയ വരുള്ളൂ. വരുമ്പോഴേ എൻ്റെ കുഞ്ഞിന് മുട്ട അവിയൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അങ്ങനെ ഇന്നത്തെ തകർത്ത ജോലികളാണ്. എന്താ പറയുക, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, എന്നത്തെയും പോലെ തന്നെയാണ്. നിങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കണമല്ലോ. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിക്കുകയാണ്. അങ്ങനെ പാത്രം കഴുകി റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞെല്ലാം പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചാൽ അവർ വരുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ 9 മണിക്ക് മുമ്പ് എല്ലാ ജോലിയും തീർക്കണ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വീട് പണി ഏകദേശമൊക്കെ ആയി. അടുത്ത് ഞാൻ ഒന്ന് കഴുകി പറക്കിയൊക്കെ ഇട്ടു, കുടിവെള്ളമൊക്കെ അടുപ്പിൽ വെച്ചു. അങ്ങനെ പുറത്തുള്ള അടുക്കളയിലുള്ള പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് കീര ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തുടച്ചതിന് ശേഷം കീര തോരൻ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് റെഡിയാക്കിയൊക്കെ ഇടാമെന്ന് ഇട്ടിട്ട് ബാക്കി ജോലികളാണ്. എല്ലാവരും കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് ചെയ്ത് സഹായിക്കണം. നിങ്ങളെനിക്ക് കമൻ്റ് ഇടണം. കമൻ്റ് ഇടാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കുറവാണ്, കമൻ്റ് ഇടുന്നത് കുറവാണ്, ലൈക്കിങ് കുറവാണ്. എന്ത് നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യാതെ പ്ലീസ്? നിങ്ങളെ പാവൻ ലതികയിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? കുറച്ച് പേർക്ക് ഞാൻ ഗീതയാണ്, കുറച്ച് പേർക്ക് ഞാൻ ലതികയാണ്. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ലതിക. അങ്ങനെ ഞാൻ ലതിക എന്നാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത്. പിന്നെ കുറേ പേരെന്നെ ഗീത എന്നാണ് വിളിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും എൻ്റെ നാട്ടിലുള്ള കുറേ പിള്ളേരുടെ അമ്മമാരൊക്കെ എന്നെ ഗീത എന്നാണ് വിളിക്കുന്നത്. മൊത്തത്തിൽ 2 പേരുമായിട്ടാണ് ഞാൻ ഇവിടെ മിക്സിങ്, ഗീത, ലതിക, 2 പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൂടാത്ത എൻ്റെ ബ്ലോഗേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ യഥാർത്ഥ പേര് ഗീത എന്നാണ്. എൻ്റെ വീട്ടിലെ പേരാണ് ലതിക. അതെൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ലതിക. ഞാൻ എൻ്റെ അച്ഛന് ഫേവറേറ്റ് തന്നെയാണ്. എനിക്ക് എൻ്റെ അച്ഛനും വിലപ്പെട്ടതായിരുന്നു. അതെവിടെയോ പോയി മറഞ്ഞു, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിനം അടുത്ത് വരണുണ്ട്, ചിന്തിക്കാൻ പോലും പറ്റാത്ത. അങ്ങനെ ഞാൻ കീരത്തോരന് വേണ്ടി എല്ലാം റെഡിയാക്കി വീടൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. കീരത്തോരനും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചു മോനെ ഒന്ന് വരവേക്കാൻ വേണ്ടി ചെന്ന് വെളിയിൽ നിൽക്കണം. അവർ വരുമ്പോൾ ഞാനെങ്ങനെ അവിടെ പുറത്ത് നിൽക്കണം, വന്ന ഉടനെ ഞാൻ എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനെ നോക്കി ഞാൻ നിൽക്കാൻ വേണ്ടിയുള്ള തകർത്ത അടുക്കള പണിയാണ്. അവസാന ഘട്ടമാണ് കേട്ടോ, തീർന്നു, ജോലിയൊക്കെ തീർന്നു. പിന്നെ ഞാൻ ചിലപ്പോൾ അലക്കിനുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇല്ല. എൻ്റെ ചാനലിൽ ഇതുവരേക്കും ആരും അങ്ങനെ പറയണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. ചില ചാനലിലൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർ കമൻ്റ് ഇടണതാണ്, എന്തോ ഒന്ന് സംസാരം ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഒരു സുഖം. അങ്ങനെ കീരത്തോരനൊക്കെ അങ്ങനെ കൊച്ചു മോനും മോളും വന്നു. മാങ്ങയൊക്കെ അരിഞ്ഞു കൊടുത്തു. ഞാനൊരു മാങ്ങ കുറച്ച് ഇവർക്ക് അരിഞ്ഞിട്ട് ഞാൻ അവിടെ വച്ചിരുന്നു. അതിനെ എടുത്ത് കടിച്ചപ്പം പൊട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ അവിടെ വച്ചിരിക്കുക, അമ്മമ്മ കഴിച്ചോളാന്ന്. അപ്പോൾ എടുത്തുകൊണ്ട് ഓടയാണ്. ഞാൻ പറഞ്ഞു അവിടെ വയ്ക്കാൻ പറഞ്ഞ് കേക്കറ് ജനലിൽ കൊണ്ടങ്ങ് ദൂരെ എറിഞ്ഞു.
അങ്ങനെ അമ്മമ്മ കഴിക്കണ്ട, മാങ്ങ 2 കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവരെടുത്ത് ഊരെറിഞ്ഞു. അത് കഴിഞ്ഞ് അവർ രണ്ടും കൂടി എൻ്റെ അമ്മയെ കാണാൻ പോയി. ആ തക്കത്തിന് ഞാൻ കുറച്ച് ചക്ക അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ അതിനൊന്ന് പെട്ടെന്ന് വെട്ടി അരിഞ്ഞ് പറക്കി അടുപ്പ് വയ്ക്കാമെന്ന് ചോദിച്ചു. അവർ വരണതിന് മുമ്പേ 5 മിനിറ്റ് 10 മിനിറ്റേ സമയമുള്ളൂ. അതിന് മുമ്പ് ഞാൻ റെഡിയാക്കിയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അടുത്ത അമ്മ ചക്ക എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങും. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുടങ്ങി. പക്ഷേ തീരണതിന് മുമ്പ് അവരെത്തി. അപ്പോഴാ എൻ്റെ കൊച്ചുമോൻ പറയണം, അമ്മമ്മ എന്തോ ചെയ്യുന്നു, അമ്മമ്മ എന്തോക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. ഞാൻ പെട്ടെന്നെല്ലാം റെഡിയാക്കി. അങ്ങനെ കുറച്ച് ആ ഇരിക്കുന്ന ചട്ടയിൽ ഒരു മൂലയിൽ കിടക്കാനുള്ള ചക്കയെ ഞാൻ അവിച്ചുള്ളൂ. അങ്ങനെ ചക്ക അവിയലും ചക്ക ഇളക്കിയതാണ്, അവിയലല്ല ഇളക്കി. അങ്ങനെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇന്ന് എല്ലാവരും കൂടൊഴിഞ്ഞ് പോവുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും വരുള്ളൂ. അതുപോലെ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും താങ്ക് യു.